നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഷാഫി മാങ്കൂട്ടത്തിൽ ടീം സ്പോൺസർ ചെയ്യുന്ന വലിയ സൈബർ കൊട്ടേഷൻ ആക്രമണം നടക്കുകയാണ്. എന്നാൽ ഈ കൊട്ടേഷൻ ആക്രമണത്തിൻ്റെ കേന്ദ്രബിന്ദു കേരളമോ ഇന്ത്യയോ അല്ല, അത് ഗൾഫാണ്, മിഡിൽ ഈസ്റ്റാണ്. അവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് വി.ഡി. സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുമുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തിന് അത് എവിടെ നിന്ന് ആര് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ദുബായിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇരുന്നുള്ള ചില സൈബർ കൊട്ടേഷൻ സംഘങ്ങൾ അവരാണ് ഇത്തരത്തിലുള്ള നിർലജ്ജമായ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾ സ്പോൺസർ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുകയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതോടെ ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും സൈബർ കൊട്ടേഷൻ സംഘങ്ങൾ ഉണർന്നു എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് സതീശനെതിരെയും പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കടുത്ത സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള ചില സമ്പന്നരായ വ്യവസായികളും ഇതിന് പിന്നിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നതല്ല, അവരിൽ ചിലരുടെ വിവരങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കയ്യിൽ ഉണ്ടത്രേ. അതുകൊണ്ട് തന്നെ ഈ സൈബർ ആക്രമണത്തെ തടയുക അത്ര എളുപ്പമല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുമുണ്ട്. വി.ഡി. സതീശനെതിരെ സൈബർ ആക്രമണം കടുക്കുമ്പോഴും KPCCയുടെ ഭാഗത്തുനിന്ന് അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണത്രേ. ഗൾഫ് കേന്ദ്രീകരിച്ച് ഉള്ള ചില സാമ്പത്തിക ശക്തികൾ, ആ സാമ്പത്തിക ശക്തികൾക്ക് കേരളത്തിലെ ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. ആ സാമ്പത്തിക ശക്തികളുടെ പിൻബലത്തിലാണ് നൂറുകണക്കിന് ഫേക്ക് ഐഡികളിലൂടെ വി.ഡി. സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുമുള്ള സൈബർ ആക്രമണങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. അതിന് പിന്തുണയായിട്ട് കോൺഗ്രസിൻ്റെ ചില യുവ നേതൃനിര, MP-മാരും MLA-മാരും ഒക്കെ അടങ്ങുന്ന ചില യുവ നേതൃനിര അതിന് പിന്തുണയായിട്ടും ഉണ്ട്. ഇവരുടെ സൈബർ സേന അംഗങ്ങളാണ് ഈ ഓപ്പറേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കി വിജയിക്കുന്നത്. ഏതാണ്ട് 50ഓളം ഫേക്ക് അക്കൗണ്ടുകൾ, തനിക്കെതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന 50ഓളം ഫേക്ക് അക്കൗണ്ടുകളുടെ വിശദ വിവരങ്ങൾ വി.ഡി. സതീശൻ KPCCക്ക് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ അക്കൗണ്ടുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിദേശത്ത് നിന്നാണ്. പലപ്പോഴും കേരളത്തിൽ നിന്ന് ഇവരാരും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇവരുടെ കേന്ദ്രബിന്ദു അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ വലിയ അത്ഭുതമാണ്, ആശ്ചര്യമാണ് നമുക്കുണ്ടാകുക. ഗൾഫിലെ വളരെ സമ്പന്നരായ ചില ആളുകളാണത്രേ ഈ ഫേക്ക് ഐഡികളുടെ പ്രൊമോട്ടർമാർ. അവർ ആളെ വെച്ച് കൂലിക്ക് വെച്ചാണ് ഈ ആക്രമണം നടത്തുന്നത് അത്രേ. ഗൾഫ് കൺട്രീസിലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏതാണ്ട് 3-4 രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണമാണ് വി.ഡി. സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും മറ്റ് പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും നടക്കുന്നത്. KC വേണുഗോപാലിനെതിരെ പോലും ഇത്തരത്തിൽ ഒരു ആക്രമണം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ അവർക്ക് പിന്തുണയുള്ള അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ചില കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് അനുഭാവികളും ചേർന്നാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നതെന്നുള്ള പരാതി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്, AICCയുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ തടയാൻ KPCCക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല. അത് കഴിയാത്തതിൽ താൻ അതീവ ദുഃഖിതനാണെന്ന് വി.ഡി. സതീശൻ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ആരാണ് ഈ സമ്പന്നർ? വി.ഡി. സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും മറ്റ് നേതാക്കൾക്കെതിരെയും സൈബർ ആക്രമണം നടത്താൻ എല്ലാ പിന്തുണയും നൽകുന്ന, ആളും അർത്ഥവും ഇറക്കുന്ന ഈ സമ്പന്നരാരാണ്? കോൺഗ്രസിലെ യുവ നേതാക്കളുമായി ഈ സമ്പന്നർക്കുള്ള ബന്ധമെന്താണ്? ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ സ്ഥിരം വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ആ പാർട്ടിയിലെ ചർച്ചകൾ. ഏത് സാമ്പത്തിക ശക്തികളാണ് ഈ കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം സംഘടിപ്പിക്കുന്നത്? എന്താണ് അവരുടെ ഉദ്ദേശം? കേവലം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നത് മാത്രമാണോ, അതോ മറ്റു ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ടോ? ഇതെല്ലാം ഇപ്പോൾ കോൺഗ്രസിൽ വലിയ ഗൗരവതരമായ ചർച്ചയായിരിക്കുകയാണ്. ഏതായാലും ഗൾഫ് നാടുകളിൽ കേന്ദ്രീകരിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വി.ഡി. സതീശനൊക്കെ എതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ AICC നേതൃത്വം ഇടപെട്ട് നിയമപരമായ മാർഗങ്ങളിലൂടെ ഇത് അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്നാണ് ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. കാരണം ഗൾഫിലുള്ള ഈ സാമ്പത്തിക ശക്തികളെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവരെ തടയാനും കേരളത്തിലെ കോൺഗ്രസിന് കഴിവില്ല.